ചിക്കൻ പൈനാപ്പിൾ ഉടച്ചുകറി. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല എളുപ്പപ്പണി, ഒന്നും ചെയ്യണ്ട. വളരെ പ്രധാനപ്പെട്ടതും ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതുമായ ഒരാളെ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കും. ഒരു 5 മിനിറ്റ് എൻ്റെ വാഗ്ധോരണി ഉണ്ടായിരിക്കുന്നതാണ്. ഈ കറിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കുക, അയ്യേ ഇതെന്തിനാ ഇപ്പം ഇങ്ങനെ ചെയ്തേന്ന് ഓർക്കും. പോളിയാണ് മോനെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജുസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതിനുമുമ്പ് ഒരു കാര്യം പറയാം. ഈ ചിക്കൻ ഇല്ലേ, ചിക്കൻ നമ്മൾ മേടിക്കുന്ന ബ്രോയിലർ ചിക്കൻ, മിക്കവാറും നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്നത് അതാണല്ലോ. നാടൻ കോഴിയൊക്കെ മേടിക്കുന്നത് വളരെ റെയറായിട്ടായിരിക്കും നമ്മൾ. അപ്പോൾ ഈ ചിക്കൻ എങ്ങനെ കറി വെച്ചാലും, കറി വെക്കുന്ന കാര്യം കേട്ടോ ഞാൻ പറയണേ, ഫ്രൈഡ് കാര്യമല്ല പറഞ്ഞത്. എങ്ങനെ കറി വെക്കുമ്പോഴും അതിന് എപ്പോഴും ഒരു ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ കറി സാധാരണ സവാള വഴറ്റി തേങ്ങാപ്പാൽ ഒഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഒരു ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിക്ക്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് വേറൊരു തരത്തിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ പൈനാപ്പിൾ ഉടച്ചുകറി. എന്താണ്? ചിക്കൻ പൈനാപ്പിൾ ഉടച്ചുകറി. അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പറഞ്ഞു പോകാം കേട്ടോ. എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. ആദ്യമായിട്ട് സവാള ഇത് ഒരു ഫുൾ ചിക്കൻ, ഒരു 1.5 കിലോ ഒക്കെ ഉള്ള ഒരു ചിക്കനുണ്ട്. അത് ഞാൻ ചെറിയ ചെറിയ ചില്ലി ചിക്കൻ പീസായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. മുറിച്ച് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് വെക്കുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനകത്തൊന്ന് മുക്കി വെക്കണം. ചിക്കൻ ഫ്രഷ് ആവാനും അതിൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ പോവാനും നല്ലതാണ്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഈ കറിക്ക് പ്രത്യേകിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴുകി വാരി വെള്ളം വാർന്നിട്ട് വെച്ചിരിക്കുന്ന ചിക്കനുണ്ട്. സവോള ഒരു 5 ചെറിയ സവോള കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞത്. തീ കത്തിക്കുന്നില്ലേ? കുറച്ച് നേരത്തേക്ക് നമുക്ക് തീയുടെ പരിപാടികളൊന്നുമില്ല. ഒരു 250 ഗ്രാമോളം ചുവന്നുള്ളി അരിഞ്ഞത്, കണ്ടമുണ്ടാക്കി അരിഞ്ഞതാണ്. അതിട്ടു. വെളുത്തുള്ളി ഒരു 3 ഉണ്ട വെളുത്തുള്ളി അരിഞ്ഞത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതിട്ടു. പച്ചമുളക് ഒരു 10 പച്ചമുളക്. കറിവേപ്പില. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, അതിൻ്റെ കുരു ഒന്നും വീഴാതെ. നല്ല എളുപ്പപ്പണി, ഒന്നും ചെയ്യണ്ട. ചെറുനാരങ്ങ. ഇനി നമ്മുടെ പൊടികൾ. മല്ലിപ്പൊടി ഒരു 3.5 സ്പൂൺ മല്ലിപ്പൊടി. മുളകുപൊടി, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഗരം മസാല, കുരുമുളക് പൊടി ലേശം, ഉപ്പ്, വെളിച്ചെണ്ണ. ഉടച്ചുകറി, ചിക്കൻ പൈനാപ്പിൾ ഉടച്ചുകറി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പൈനാപ്പിളിൻ്റെ ഒരു പിടി ഇനി നമ്മൾ ഉടയ്ക്കാൻ പോവാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ആ സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അങ്ങോട്ട് ഞാരടി ഒരു പരുവാക്കണം. സവാളയൊക്കെ ഒന്നങ്ങോട്ട് സോഫ്റ്റ് ആവണം. നമ്മൾ തിരുമി നല്ലോണം യോജിപ്പിക്കണം കേട്ടോ. നമ്മൾ ഈ പൈനാപ്പിൾ ഇട്ട് ഇത് ഞരടുന്ന കാരണം ആ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു സ്വാദ് വരും. സാധാരണ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ വേണം കേട്ടോ.
നല്ലോണം ഉടയ്ക്കണം. കാരണം നമ്മുടെ കറിയുടെ പേര് തന്നെ ഇതാണ്. ഈ പരിപാടിയാണ് ഇതിനകത്ത് ടേസ്റ്റ് വ്യത്യസ്തമാക്കുന്നത്. ഇതും പൈനാപ്പിളും ആണ് ഈ കറിയുടെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി ചിക്കൻ്റെ പാകത്തിന് മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ്. ഇതും കൂടെ ഇതിനകത്തോട്ട് ഇടണം. അപ്പോൾ ഇത്രയും പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പരദൂഷണം, ദുഷിപ്പ്, TV കാണൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് വേണ്ടിയുള്ള സമയമാണ്. കാരണം ഇതിങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതിനകത്ത് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ അരമണിക്കൂർ മൂടി വെക്കാം കേട്ടോ. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊരു തുറക്കലുണ്ട്, ഒന്നും സംഭവിക്കില്ല, അതുപോലെ തന്നെ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നമ്മൾ നമ്മുടെ മൂടി തുറക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ അതിരിപ്പുണ്ടാവും. കണ്ടോ, ഒരിച്ചിരി വെള്ളമൊക്കെ ആയിട്ടുണ്ട്, സവാളയുടെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി തീ കത്തിക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് വെള്ളമാവട്ടെ, ഒന്നാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി മൂടി വെക്കാം. ഇത് ഈ ഉടച്ചു കറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ മീനൊക്കെ ഇല്ലേ, മത്തി, അയില ഒക്കെ മേടിക്കുമ്പോൾ വലിയ മീനുകളല്ല, ചെറിയ മീനുകളൊക്കെ ഇല്ലേ, മത്തിയാണ് പ്രധാനമായിട്ട് അങ്ങനെ വെക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഈ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഈ വെളിച്ചെണ്ണയൊന്നും അധികം ഉണ്ടാവില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പണ്ടൊക്കെ ദാരിദ്ര്യമല്ല എല്ലായിടത്തും. അപ്പോൾ വീട്ടിൽ എൻ്റെ പപ്പയുടെയൊക്കെ അമ്മ ചെയ്ത് കണ്ടേക്കുന്നത് ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഇതേപോലെ ഉള്ളിയും, ചിലപ്പോൾ ചുവന്നുള്ളി ഇടൂല കേട്ടോ. അവിടെ എൻ്റെ അമ്മയ്ക്കൊക്കെ ചുവന്നുള്ളിയുടെ ആ ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്ന കറിക്ക് ഇഷ്ടമല്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടംപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നൊക്കെ കല്ലുപ്പല്ലേ, ഇതെല്ലാം ഇട്ട് ഇങ്ങനെ ചട്ടിയിലിട്ട് ഞരടി ലേശം പച്ച വെളിച്ചെണ്ണ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മത്തി ഇങ്ങനെ നികത്തെ വെക്കും. എന്നിട്ട് അത് കറിയാക്കും. എന്നിട്ട് വാങ്ങാൻ നേരത്തെ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേളിൽ കൂടി വയ്ക്കും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. പച്ചനെ വേകുന്നതിൻ്റെ ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഈ സമയത്ത്, ഇത് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ടതും ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതുമായ ഒരാളെ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കും. എന്താണെന്ന് മനസ്സിലായോ? തേങ്ങാപ്പാൽ. ഈ കറിക്ക് തലപ്പാൽ, രണ്ടാം പാൽ, ഒന്നാം പാലെന്നൊന്നുമില്ല, നല്ല കുറുകയുള്ള പാല് ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കാൻ പോവുകയാണ്. ഇതിനകത്ത് സ്പെഷ്യലായിട്ടുള്ള സംഗതി നമ്മൾ ഇനിയും ചേർത്തിട്ടില്ല, ഒരു സ്പെഷ്യലേ ചേർത്തിട്ടുള്ളൂ. ഇതൊരു ചിക്കൻ വേഗം വേകും, കാരണം നമ്മൾ വിനാഗിരിയിലൊക്കെ കുറച്ച് നേരം ഇട്ട് അതിനെ സോഫ്റ്റ് ആക്കിയ ചിക്കനാണ്. അപ്പോൾ വേഗം വേഗം വെന്ത് കഴിഞ്ഞാൽ പാതി വേഗം ആകുമ്പോഴത്തേന് നമ്മൾ വേറൊരു സാധനം കൂടി ചേർക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ നാട്ടിൽ വെക്കുന്ന പ്രത്യേക തരം മീൻകറി, ചിലപ്പോൾ ദാരിദ്ര്യം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും, അങ്ങനെ പറ്റിച്ചെടുക്കുന്ന മീൻകറി പോലെ ആണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യമേ എല്ലാം പച്ചനെയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ എണ്ണയിൽ വഴറ്റുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 5-8 മിനിറ്റോളമായി. എന്താണ് പരുവം എന്നുള്ളത് നോക്കാം കേട്ടോ. പാലിൽ കിടന്ന് കുറുകി തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട് ചിക്കൻ. ഈ ഒരു സമയത്ത് ഒരു സാധനം നമ്മളിടും. എന്ത് സാധനമാണെന്നറിയാമോ? നമ്മൾ പീസാക്കി വെച്ച പൈനാപ്പിളില്ലേ, അതിനകത്ത് ഒരു 5-6 കഷ്ണം നമ്മൾ ഇതിനകത്ത് ഉടച്ചപ്പം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ പ്യൂരി ആയിട്ട് നമ്മൾ ചേർക്കാൻ പോവാണ് കേട്ടോ. പൈനാപ്പിൾ നല്ലോണം പേസ്റ്റ് ചെയ്ത്, ഇതൊരു അരഭാഗം പൈനാപ്പിൾ ഇല്ല, 1/4 ഭാഗം പൈനാപ്പിൾ ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാൻ പോവാണ്. നിങ്ങൾ ഓർക്കും, അയ്യേ ഇതെന്തിനാ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് ഓർക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും.
പൊളിയാണ് മോനെ. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുവാണേ. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഒരു തക്കാളി, നമ്മൾ ഇതുവരെ തക്കാളി ചേർത്തിട്ടില്ല. ഒരു തക്കാളി നമ്മൾ ഇവനത് ഇങ്ങനെ ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ആവിയിൽ തക്കാളിയുടെ ജ്യൂസ് എല്ലായിടത്തോട്ടും അങ്ങ് ഇറങ്ങും. പിന്നെ ലേശം മല്ലിയില. ഇനി സിമ്മിൽ തീരെ ഇട്ടിട്ട് നമ്മൾ ഇവനെ അങ്ങ് അടച്ചു വെക്കണം. ഇനി ഈ കറിയുടെ ഉത്ഭവത്തിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് എൻ്റെ വാഗ്ധോരണി ഉണ്ടായിരിക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് ഈ കറിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കല്യാണത്തിനൊക്കെ മുമ്പേ വീട്ടിൽ ചിക്കൻ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അന്നൊക്കെ പിള്ളേർക്ക് കൊതിയാണല്ലോ, അടുക്കളയിൽ കയറി സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളതൊക്കെയാണ് പെൺപിള്ളേരുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ അമ്മച്ചിനെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് ഇതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴത്തേനും ഞാൻ ഇച്ചിരിക്കോളം പൈനാപ്പിൾ അതിനകത്ത് ഫുള്ള് കറിയിലിട്ടില്ല, പേടിയായിട്ട് ഇച്ചിരി എടുത്ത് മാറ്റിയിട്ട്, 10ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും, ഇച്ചിരി അന്ന് ഞങ്ങളുടെ പറമ്പിലൊക്കെ പൈനാപ്പിളുണ്ട്. അപ്പോൾ വീട്ടിലെപ്പോഴും പൈനാപ്പിൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി ഇതാക്കി എടുത്തിട്ട് അന്ന് ഇതേപോലെ അരച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അമ്മച്ചി കാണില്ലേ, എന്നിട്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഞരടിയിട്ട് ഒരു ബൗളിലെടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ചേർത്തിട്ട് ഇതാക്കിയപ്പോഴത്തേന് ഇച്ചിരി മധുരമൊക്കെ ഉള്ളൊരു കറി പോലെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം വീട്ടിൽ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചിക്കൻ മേടിക്കുമ്പോൾ ഇതേപോലെ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയി കാണും നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. ഓക്കെ, നല്ല പരുവത്തിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇരിക്കുവാണ്. ഇനി ചെയ്യേണ്ട ഒരേ ഒരു കർത്തവ്യം, നമ്മൾ 1 സ്പൂൺ എണ്ണ മാറ്റി വെച്ചിരുന്നേ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പം ഞാൻ ചിക്കൻ കറി ഒരു പ്ലേറ്റിലേക്ക് കോരുകയാണ്. ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയുടെയൊക്കെ കൂടെ കൊടുക്കണം. ഇന്നിപ്പോൾ പൊറോട്ട മേടിക്കാൻ പോകാൻ ആളില്ലാത്ത കൊണ്ടുള്ള പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കഴിച്ചു നോക്കുകയാണ്. കറി ടേസ്റ്റ് ചെയ്യാനിപ്പം പൊറോട്ടയുടെ ആവശ്യമില്ല. ആരാണ് ഇന്നെൻ്റെ കറി ടേസ്റ്റ് ചെയ്യാൻ വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ആ വ്യക്തിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് 1-2 മുഖവുരയോടുകൂടി ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സുന്ദരനും സുമുഖനും സ്ത്രീകളുടെ കണ്ണിലുണ്ണിയുമായ അളിയൻസിൻ്റെ പല ക്യാമറാമാനിൽ പ്രധാനിയായ ഞങ്ങളുടെ സ്വന്തം ബ്രിഗേഷ്, ചെല്ലപ്പേര് ഭൃഗു, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുകയാണ്. കടന്നു വരേണ്ടതാണ്. ഭൃഗു, നീ കഴിച്ചിട്ടുണ്ടോ പൈനാപ്പിൾ ഇട്ട ചിക്കൻ കറി? പേടിയുണ്ടോ? പക്ഷെ നിനക്കൊരു വിറയൽ പോലെ കാണുന്നു. അപ്പൊ ഭൃഗു ഒരു കഷ്ണം ചിക്കനും ആ ഗ്രേവിയും കൂടി എടുത്ത് വായിലോട്ടിടും. എടാ ചൂടുണ്ടോ ദൈവമേ! ഇല്ല, കുഴപ്പമില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. നീ പറ, എങ്ങനുണ്ട്? അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ സൂപ്പറാ. ഇല്ല, ഞാൻ പേടിച്ചു പോയി. വായെങ്ങാനും പൊള്ളിയിട്ട് പെൺപിള്ളേരുടെ കണ്ണിലുണ്ണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൊള്ളാനുള്ള വായ എന്തായാലും പൊള്ളും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൈനാപ്പിൾ ചിക്കൻ ഉടച്ചു കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ അല്ലേ? സൂപ്പർ, അടിപൊളിയാണ്. നമ്മൾ സാധാരണ നമുക്ക് കഴിക്കുന്ന ചിക്കൻ്റെ ഒരു ടേസ്റ്റ് അല്ലല്ലോ, വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു ഡിഷുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഈ ഉണ്ടാക്കുന്നതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കണം, എന്നെ കൊണ്ട് വെറുതെ മെനക്കെടുത്തിക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഇങ്ങോട്ടേക്ക്